എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നല്ലൊരു വാൾ ഡെക്കർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ ഇതുപോലെ 4ആയിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ഷീറ്റ് പേപ്പർ മാത്രമേ മടക്കി കാണിക്കുന്നുള്ളൂ. 3-4 ഷീറ്റ് പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി കട്ട് ചെയ്താലും മതിയാവും. ഒരിത്തിരി ക്ഷമയുണ്ടെങ്കിൽ റൂം ഡെക്കേഴ്സും വാൾ ഡെക്കേഴ്സും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് വാങ്ങാനായിട്ട് കാശ് കളയേണ്ടി വരില്ല. ഇനി ഓരോ പീസ് പേപ്പറും ഇതുപോലെ റോൾ ചെയ്ത് ന്യൂസ് പേപ്പർ സ്റ്റിക്കാക്കി മാറ്റുക. പേപ്പർ റോൾ ചെയ്യുമ്പോൾ ചെറിയ സ്റ്റിക്ക് പോലെ എന്തെങ്കിലും യൂസ് ചെയ്ത് റോൾ ചെയ്യുക. എങ്കിൽ പെർഫെക്റ്റായിട്ട് ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ നിറ്റിംഗ് നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ആദ്യം ന്യൂസ് പേപ്പർ റോൾ ചെയ്തത്. അപ്പോൾ പേപ്പർ ചെറുതായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. നിറ്റിംഗ് നീഡിൽ സ്ലിപ്പ് ആവുന്നത് കാരണം ഞാൻ ഒരു ഈർക്കിലെടുത്ത് പേപ്പർ റോൾ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈർക്കിൽ വെച്ചിട്ട് പേപ്പർ റോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈർക്കിലാകുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇതുപോലെ ചെറിയൊരു ഈർക്കിൽ യൂസ് ചെയ്തിട്ട് പേപ്പർ റോൾ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ ഈർക്കിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അത് അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. പെർഫെക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ വേണ്ടത് ഇതുപോലൊരു പേപ്പർ ട്യൂബാണ്. ഞാനിവിടെ ചാർട്ട് പേപ്പർ ചുരുട്ടി ട്യൂബ് പോലെ ആക്കി എടുത്തിട്ടുള്ളതാണിത്. ഈ ഒരളവിലുള്ള കുഴൽ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയാവും. ആദ്യം 2 സ്റ്റിക്ക് എടുത്ത് പ്ലസ് പോലെ വെക്കുക. അതിന് മുകളിലായിട്ട് പേപ്പർ ട്യൂബ് കൈകൊണ്ടൊന്ന് ഉറപ്പിച്ച് പിടിക്കുക. ശേഷം മൂന്നാമതൊരു സ്റ്റിക്ക് കൂടെ എടുത്ത് ഇതുപോലെ വെക്കുക. സ്റ്റിക്ക് വെച്ചതിന് ശേഷം അവിടുത്തെ സ്റ്റിക്ക് തൊട്ടടുത്തുള്ള സ്റ്റിക്കിന് മുകളിലേക്ക് മടക്കി കൊടുക്കുക. വീണ്ടും അവിടുത്തത് അതിനടുത്തുള്ള സ്റ്റിക്കിന് മുകളിലേക്ക് മടക്കി വിടുക. ഇതേമാതിരി ഇതേ സെയിം പാറ്റേണിൽ ആണ് ന്യൂസ് പേപ്പർ സ്റ്റിക്ക് വേവ് ചെയ്തെടുക്കേണ്ടത്. ആദ്യത്തെ പ്രാവശ്യം സ്റ്റിക്ക് ഒരു തവണ മടക്കി കഴിഞ്ഞു. എല്ലാ സ്റ്റിക്കും ഓരോ തവണ മടക്കി കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം സ്റ്റിക്ക് മടക്കുമ്പോൾ ആദ്യം മടക്കിയ സ്റ്റിക്കിൻ്റെ അതേ ലെവലിൽ മടക്കാതെ കുറച്ചൊന്ന് നീക്കി ഇതുപോലെ ഒരിത്തിരി നീക്കി വേണം അടുത്ത റൗണ്ടിൽ
സ്റ്റിക്ക് മടക്കേണ്ടത്. ഇതുപോലെ കുറച്ചൊന്ന് ഉള്ളിലോട്ട് നീക്കി വേണം അടുത്ത റൗണ്ടിൽ സ്റ്റിക്ക് മടക്കി കൊടുക്കേണ്ടത്. ഇതേ സെയിം പാറ്റേണിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് വീവ് ചെയ്തെടുക്കുക. സ്റ്റിക്കിൻ്റെ ലെങ്ത് കുറയുന്നതനുസരിച്ച് വീണ്ടും സ്റ്റിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. സെയിം പാറ്റേണിൽ തന്നെ വീവിങ് കണ്ടിന്യൂ ചെയ്യുക. പേപ്പർ ട്യൂബിൻ്റെ മുക്കാൽ ഭാഗത്തോളം ന്യൂസ് പേപ്പർ സ്റ്റിക്ക് വീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി പതുക്കെ പേപ്പർ ട്യൂബ് പുറത്തേക്ക് വലിച്ചെടുക്കാം. പേപ്പർ ട്യൂബ് മുഴുവനായിട്ടും വലിച്ച് പുറത്തേക്ക് എടുക്കരുത്. ആ ഒരു കാൽഭാഗം ഉള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം പേപ്പർ ട്യൂബ് പുറത്തേക്ക് വലിക്കേണ്ടത്.
അതിനുശേഷം വീവിങ് കണ്ടിന്യൂ ചെയ്യുക. വീവിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ഒന്ന് മടക്കി ഒട്ടിക്കുക. ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊരു ടേപ്പ് ഉപയോഗിച്ച് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് രണ്ടറ്റവും കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പെയിൻറ്റ് യൂസ് ചെയ്ത് ഞാനതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റോ മറ്റേതെങ്കിലും പെയിൻറ്റോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്താലും മതിയാവും. വാൾ പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ് അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പെയിൻറ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. ഇനി ഒരു റിബൺ ബോ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.